നമസ്കാരം. അവധിക്കാലം വരികയാണ്. സാധാരണ അവധിക്കാലത്ത് നമ്മളുടെ കുട്ടികളുടെ അവരുടെ മുത്തശ്ശിമാരുടെയും മുത്തശ്ശൻ്റെയും വീട്ടിൽ വിടുകയും അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വിടുകയും ചെയ്യും. കൂടുതലും ഗ്രാമീണ പ്രദേശങ്ങളിലേക്കാണ് വിടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കാണാറുണ്ട് ഈ അവധിക്കാലത്താണ് കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്, വെള്ളത്തിൽ വീണും മറ്റും. അപ്പോൾ നമ്മളുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ചെറിയ തോടുകൾ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, അവിടെയൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക. അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചേട്ടന്മാർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാതിരിക്കുക. പിന്നെ കസിൻസായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവിടെ ഉണ്ടാവും. നിങ്ങളെല്ലാ കാര്യങ്ങളും അവർക്കൊരു ചെറിയൊരു ഉപദേശം കൊടുക്കുക. എല്ലാവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഒരുപോലെ പ്യുവർ ആവണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ അമ്മാവന്മാർ, കൊച്ചച്ഛന്മാർ, അങ്ങനെയുള്ള ബന്ധുക്കൾ, അച്ഛൻ്റെ സ്ഥാനത്ത് വരുന്ന ബന്ധുക്കളായിട്ടാണെങ്കിലും ആരുടെയും മടിയിലൊന്നും ഇരിക്കാതെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ നിർത്തുക. ഇതെല്ലാം ഒരു ഉപദേശം കൊടുത്തതിന് ശേഷം വേണം ബന്ധുക്കളുടെ വീട്ടിലേക്ക് അയക്കാൻ. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, ചതുപ്പ് നിലങ്ങളോ വയൽ പ്രദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും പോകാതിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ തോട്ടി കൊണ്ട് മാങ്ങ പറിക്കാതിരിക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഉപദേശിച്ച് വേണം നിങ്ങൾ വിടാൻ. പിന്നെ അമ്മ ഫ്രീ ആണെങ്കിൽ, അമ്മ ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ അമ്മയും കൂടെ പോവും. നിങ്ങൾക്കും അതൊരു എൻജോയ്മെൻ്റ് ആവും, അല്ലേ? ഇല്ലാതെ കുട്ടികളുടെ സുരക്ഷയില്ലേ ഇത്? ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം ഈ അവധിക്കാലത്ത് കുട്ടികളെ നമ്മൾ വേറെ വീടുകളിൽ വിടാൻ. നല്ലതാണ്, അവർ പ്രകൃതിയൊക്കെ കാണട്ടെ, പക്ഷേ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം.